ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് SRHനോട് പരാജയപ്പെട്ടു. 5 വിക്കറ്റിനാണ് പരാജയപ്പെട്ടത്. ഇതോടുകൂടി CSKയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ രൂപത്തിൽ മങ്ങലേറ്റു എന്നുള്ളതാണ്. 3 ടീമുകൾ യോഗ്യത കരസ്ഥമാക്കി കഴിഞ്ഞു. RCB, ഗുജറാത്ത് ടൈറ്റൻസ്, SRH എന്നിവർ പ്ലേ ഓഫിന് ഇപ്പോൾ യോഗ്യത കരസ്ഥമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരൊറ്റ സ്പോട്ട് മാത്രമാണ് അവിടെയുള്ളത്. അതിനുവേണ്ടി 5 ടീമുകൾ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പഞ്ചാബ് കിങ്സിന് ഇപ്പോൾ 13 പോയിന്റാണ്, ഒരു മത്സരം മാത്രമാണ് അവശേഷിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിന് 12 പോയിന്റാണ്, 2 മത്സരങ്ങൾ അവശേഷിക്കുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന് 12 പോയിന്റാണ്, ഒരു മത്സരം അവശേഷിക്കുന്നു. DCക്ക് 12 പോയിന്റാണ്, ഒരു മത്സരം അവശേഷിക്കുന്നു. കൊൽക്കത്തക്ക് 11 പോയിന്റാണ്, 2 മത്സരങ്ങൾ അവശേഷിക്കുന്നു. ഈ 5 ടീമുകൾക്കും ഇപ്പോഴും സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും CSK ഏറെക്കുറെ പുറത്തായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ സാധ്യത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അടുത്ത മത്സരം അഥവാ അവസാന മത്സരം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ്. മെയ് 21-ാം തീയതി നടക്കുന്ന ആ മത്സരത്തിൽ എന്തായാലും CSK വിജയിക്കേണ്ടതുണ്ട്. ആ മത്സരത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ CSKയുടെ പുറത്താകൽ ഉറപ്പാകും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, പഞ്ചാബ് കിങ്സ് അവരുടെ അവസാന മത്സരമായ LSTക്കെതിരെയുള്ള മത്സരത്തിൽ നിർബന്ധമായും പരാജയപ്പെടേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, രാജസ്ഥാൻ റോയൽസ് അവരുടെ 2 മത്സരങ്ങളിലും തോൽക്കേണ്ടതുണ്ട്. LSG, മുംബൈ ഇന്ത്യൻസ് എന്നിവർക്കെതിരെയാണ് അവരുടെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ വരുന്നത്. ആ 2 മത്സരങ്ങളിലും അവർ പരാജയപ്പെടേണ്ടതുണ്ട്. ഇനി കൊൽക്കത്തയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 മത്സരങ്ങൾ അവർക്ക് അവശേഷിക്കുന്നു. അതിൽ നിർബന്ധമായും ഒരു മത്സരത്തിൽ അവർ പരാജയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത കാര്യം, ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്തക്കെതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെടേണ്ടതുണ്ട്. അതല്ല എങ്കിൽ നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ CSKയേക്കാൾ പിറകിൽ അവർ ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ മാത്രമാണ്, ഈ 5 കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടാൻ സാധിക്കുകയുള്ളൂ. അത് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ്. അടുത്ത മത്സരത്തിൽ വിജയിച്ചാൽ പോലും CSKയെ സംബന്ധിച്ചിടത്തോളം യോഗ്യത കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് തിരിച്ചടിയായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.